Hi guys, good morning. ഇതിൽ നോക്കി പറ ഫുള്ള്. ഞാൻ എവിടെയാ? കടയിലും പോവാണ്. കടയിലാണോ പോണേ? ഞാൻ ഇന്ന് ബുർജ് ഖലീഫ കാണാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശമല്ല, ഇപ്പോൾ കറക്റ്റ് 5:15 ആയി. ഏർലി മോർണിംഗ് 5:15 ആണ്. നമുക്ക് 6 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. 6 മണിക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൈറ്റ് വ്യൂ പ്ലസ് മോർണിംഗ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ടൈം ബുക്ക് ചെയ്തത്. ഐ തിങ്ക് ഈ ടൈം ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ചാർജസ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു, കുറച്ച് കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, കുറച്ച് ഒരു പൊട്ടിക്ക്. നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം നമ്മുടെ എന്താ പറയുക എൻട്രി പോയിന്റിൻ്റെ അവിടെ എത്താൻ പോവുകയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പം നമ്മൾ അറ്റ് ദ ടോപ്പ് ബുർജ് ഖലീഫയിൽ പോകാൻ പോവാണ്. സോറി, ഓക്കെ. Thank you. Yeah. Oh, thank you very much. So നമ്മൾ എൻട്രി കൂടെ ഉള്ളിൽ രണ്ടും സ്റ്റോപ്പ് ആയേക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് ഓപ്പൺ ആവും. സോ ഇവിടെ കൗണ്ടറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഏർലി മോർണിംഗ് വന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇത് നോക്കി ഈ കാണുന്ന ബാരിക്കേഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത്രയും ക്യൂ ആയിരുന്നിരിക്കും അല്ലാതെ വരുന്നെങ്കിൽ. നമ്മൾ ഇന്നലെ ദുബായ് ഫ്രെയിമിൽ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു. പിന്നെ എന്താ പറയുക, കുറേ ടൈം നമ്മുടെ അങ്ങനെ വേസ്റ്റായിപ്പോയി അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട്. ബട്ട് ഇപ്പോൾ നോക്കി, ഇപ്പോൾ ആരുമില്ല. ഈ സമയത്ത് വരുവാണെങ്കിൽ അതാണ് ഒരു ഗുണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉറക്കം ഒന്ന് സാക്രിഫൈസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ റിസപ്ഷൻ ഉണ്ട്. നമ്മൾ കാറ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിർത്തും. ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് പോരുക. അപ്പോൾ നമുക്ക് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കയറാം, എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാം എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇവിടെ ചെക്കിംഗ് പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ എയർപോർട്ടിലെ പോലെ തന്നെ ചെക്കിംഗ് പോയിൻ്റ് ഉണ്ട്. നമ്മൾ അവിടെ നമ്മുടെ പോക്കറ്റ്സ് എല്ലാം എംപ്റ്റി ആക്കി ബാഗും കാര്യങ്ങളെല്ലാം സ്ക്രീൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വിടുള്ളൂ. ഇവിടെ വരുമ്പോൾ തന്നെ 1 മിനിറ്റ് ജോൺ, ഇവിടെ വരുമ്പോൾ തന്നെ ബുർജ് ഖലീഫയുടെ ഇത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇതവിടെ നല്ല ഭംഗിയിൽ നല്ല എന്താ പറയുക 3D ലൈറ്റിങ്ങും സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒരു മിനി ബുർജ് ഖലീഫ. പക്ഷേ ഇതെന്താ, അവിടെ ലൈറ്റ് ഉണ്ട്. ഇതെവിടെ ജിയെ നിന്ന് ഈ കുഞ്ഞു ബുർജ് ഖലീഫനെ എങ്ങനെയൊക്കെ ക്യാപ്ചർ ചെയ്ത് ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ എടുക്കാമെന്നാണ് നോക്കുന്നത്. ഇത് സൗണ്ടും കൊടുത്തേക്കുവാണ് കേട്ടോ. സി ജോൺ, വെൻ യു ടച്ച് ഹിയർ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ഇതായിട്ട് പോണ പോലെ. ഫുഡ് നമുക്ക് മേടിക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഗ്ലാസിൻ്റെ ഒക്കെ ബുർജ് ഖലീഫ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് മെഷീനാണോ? ഒന്ന് ഇറങ്ങും ജോണേ പ്ലീസ്. ഇതവിടെ ഓരോ രീതിയിൽ ഗ്ലാസ്, പിന്നെ അങ്ങനെ മെറ്റൽ, അതെന്തിട്ട് റെഡ് എന്തിട്ടാണോ അത്, ഫ്രം ദ എർത്ത് ടു സ്കൈ. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് തന്നെ ഭയങ്കര സെറ്റപ്പാണല്ലോ. ഫുള്ള് ലൈറ്റ് കൊണ്ടുള്ള കളിയാണ്. ഇങ്ങനെ ഫുള്ള് നടന്നു വന്നു കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഏകദേശം ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്.
What is this actually? The green. The pistachio shells. Okay. Pistachio cake and inside also cream. Oh, inside also is cream. So നമ്മൾ ഇവിടെ വന്നപ്പോൾ what is this? Is a pistachio? Pistachio rolls. Oh, pistachio roll. Yeah. So inside also there is Cream, pistas yeah. cream, pista cream. Okay. ഇതിൻ്റെ ഉള്ളിൽ പിസ്ത ക്രീം ഉണ്ട്. Yeah, you can take one. And then one Pepsi. Yeah. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള്, അതായത് പുറമേയും ഉള്ളിലും ഒക്കെ പിസ്താച്ചിയോൻ്റെ ക്രീമാണെന്നാണ് പറയണേ. പിന്നെ ഇവിടെ എന്താ പറയുക, ഒരുപാട് കോഫി ബീൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ പൈസയുണ്ട് മക്കളെ. സോ ഇവിടെ ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്തെന്ന് കൊടുത്തിട്ടുണ്ട്. കീപ് ക്ലിയർ. വൈ? ഇതാണ് ബുർജ് ഖലീഫയുടെ എൻട്രി. Yeah, the lift is ready. Thank you very much. So John and Gia, it's here. Cool. Gia. Oh. ഇത് ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ലിഫ്റ്റിൻ്റെ ഉള്ളിലൊരു ഇത് കൊടുത്തേക്കാണ്. ഇപ്പം തന്നെ അത് അവിടെ കാണിക്കുന്നുണ്ട് 19-20. പക്ഷേ ലിഫ്റ്റ് മൂവ് ആവുന്നത് പോലും അറിഞ്ഞില്ല. ഇപ്പം ചെവി അടയ്ക്കുമ്പോൾ മാത്രമാണ് അറിയണത്. ഇത് അനങ്ങി പോലും ഇല്ല ലിഫ്റ്റ്. ഭയങ്കര സ്മൂത്ത്. I was telling, I mean, it's so smooth moving, starting. I didn't feel that it's started. Oh, now it's 76, 78. It's going so fast. Yeah, ചെവി അടയുന്നുണ്ട്. 18, 19, 20, 21, 23, 24. So fast. You're already here. Yes. So we are here at the top of Burj Khalifa. See, നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ the beauty of Dubai, the light. Wow. But എന്നെയാണ് കാണുന്നത് the beauty of mind. എൻ്റെ ബ്യൂട്ടിയാണ് ഇതിൽ കൂടെ കാണുന്നത്. ഗ്ലാസ്സിൽ കൂടെ വലിയ കാര്യമായിട്ട് ലൈറ്റ് ഒന്നും കാണുന്നില്ല, കാരണം റിഫ്ലക്ഷൻ അടിക്കുന്നുള്ളൂ. ബട്ട് അത് കാണുന്ന രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. വാ. ആണ് ഇത് ഡേയിൽ വന്നാൽ നമുക്ക് കിട്ടില്ലേ വ്യൂ. നമ്മളതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ കാണുന്നത് ദാ ഇവിടെയാണ്. ഇവിടെ നമ്മളിങ്ങനെ പോകും. വാ ജോ, കം ഓൺ. അത് ഓണാവണ്ട, നമ്മൾ പുഷ് ചെയ്യണം. See the world from the top. കണ്ടോ എത്ര ബ്യൂട്ടിയാന്ന്. ഇതാ ഞാൻ ഇതുകൊണ്ടാണ് ഈ ഒരു സമയം ചൂസ് ചെയ്തത്. നമുക്ക് നൈറ്റും ഡേയും രണ്ടും കാണണം. റിയൽ ദുബായ് കാണണമെന്നുണ്ടെങ്കിൽ, ശരിക്കുള്ള ദുബായ് കാണണമെന്നുണ്ടെങ്കിൽ ബുർജ് ഖലീഫയുടെ മുകളിൽ വരണമെന്ന് പറയുന്നത് വെറുതെ അല്ല. അത്രയും ഭംഗിയാണ്. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതാ ഇവിടെ നമുക്ക് ഇത് ഞാൻ ഡേ ലൈറ്റിൻ്റെ ഇത് തന്നെ ഇട്ടിട്ടാണ്. ഇവിടെ നമുക്ക് ഇമാർ പ്രോപ്പർട്ടീസിൻ്റെ ഒരു ബിൽഡിംഗ് കാണാം. ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതാണ് ബുർജ് ഖലീഫ ഫൗണ്ടൻ ചെയ്യാൻ. ഇതാണ് ഫൗണ്ടൻ. അതെ, ഇത് കണ്ടോ ഇത്രയും ഇത് നോക്ക്. ശരിക്കും എന്തൊരു ഭംഗിയാണ് നോക്ക്. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ വേറൊരു ലോകമല്ലേ, വേറൊരു മായ നഗരം. ആ മുകളിൽ ഓപ്പണാണ്. എന്താ നമ്മൾ മുകളിലേക്കൊന്ന് പോയിട്ട് വരാം. ഓ സോറി, നല്ല കാറ്റുണ്ട് കേട്ടോ. ആണോ? ബാ. ബാ. അതെ അതെ.
അപ്പോൾ നമ്മൾ 24ാമത്തെ നിലയിലായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് 25ാമത്തെ നിലയിലേക്കാണ്. $10 വെറുതെ ഒരു മറ്റേ എന്നിട്ട് സ്റ്റീലിൻ്റെ കഷ്ണം. എന്താന്ന് നോക്കാം. ജി എങ്ങനെ നോ ജംപ്, നോ സിറ്റിംഗ്, നോ റണ്ണിങ്. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് എന്നെ കയറാൻ പേടിപ്പിച്ചതാണ്. ഞാൻ പേടിച്ചു, ലിറ്ററലി പേടിച്ചു പോയി. ഇത് കുത്തി കഴിഞ്ഞപ്പോൾ ഇതേ പൊടി ഞാൻ പിടിച്ചു കിടക്കണുള്ളൂ. ഇതുണ്ടോ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കും. എന്നിട്ട് എവിടെയാണ് ഇത് 3D ആണ്. ഗോഡ് ശരിക്കും അത് പൊട്ടി, ഗ്ലാസ് പൊട്ടി ഞാൻ വിചാരിച്ചു പോയി. ഒരു ഫാൽക്കൻ്റെ വിങ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. ഓക്കെ, യെസ്. ജി ഇങ്ങനെ നല്ലതാണ്. ജിയുടെ കൈ ഇങ്ങനെ പിടിച്ച് കുറച്ചും കൂടി നീക്കുക. ഓക്കെ, സി അമ്മ, ഷീസ് ഗോയിങ് ടു ഫ്ലൈ ജോൺ. എല്ലാം വേണോ? ഇതപ്പോൾ നമ്മൾ ബുർജ് ഖലീഫയുടെ മുകളിലുള്ള ആ ഒരു നൈറ്റ് ആൻഡ് ഡേ വ്യൂ, അതായത് സൺറൈസ് അങ്ങനെയെല്ലാം നമ്മൾ കണ്ടു. ആക്ച്വലി നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്, വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ വെളുപ്പിന് ഒരു 6 മണിക്ക് ഉള്ള ഇത് ടിക്കറ്റ് എടുക്കണം. എന്നിട്ടൊരു 5:45 ആകുമ്പോഴേക്കും വരിക, ഇവിടെ എത്തുക, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറുക, ഒരു സീറ്റ് പിടിക്കുക, ഗ്ലാസിൻ്റെ അടുത്ത് അവിടെ ഇരിക്കണം. ഇതിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു പോകരുത്, ആൾക്കാർ വന്നിരിക്കും. എന്താ ഇവിടെയൊക്കെ കാണാൻ നിങ്ങൾക്ക് ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒത്തിരി പേര്. ഇതിൻ്റെ ഇത്രയൊന്നുമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും പോയി, കാരണം എല്ലാവരും വന്ന കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജിയുടെയും കൊച്ചിൻ്റെയൊക്കെ ഒപ്പം എനിക്കിതിങ്ങനെ സൺറൈസ് ഇതിൻ്റെ മുകളിലിരുന്ന് കാണാൻ പറ്റി. വേർത്താണ്, നമ്മൾ പൈസ മുടക്കിയതിന് ഹൈലി വേർത്താണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഗ്ലെയറൊക്കെ അടിക്കുമ്പോൾ ആ സണ്ണിൻ്റെ ആ ഒരു സൂര്യപ്രകാശമൊക്കെ അടിക്കുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി തന്നെ കണ്ടോ, എന്തൊരു ഭംഗിയാണ്. പക്ഷെ വരുമ്പോൾ ഏർലി മോർണിംഗ് തന്നെ വരിക. അപ്പം നൈറ്റും സൺറൈസും ഡേയിലുള്ള വ്യൂവും കിട്ടും. ഓക്കെ, ജിയ എങ്ങനെ, അടിപൊളിയല്ലായിരുന്നു? അടിപൊളി. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഡേ നൈറ്റ് ആ വ്യൂ കാണാനും സൺറൈസ് കാണാനും രാവിലെ തന്നെ വരണം. എന്നാലാണ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അതെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഇറങ്ങി താഴെ ജ്യൂസും വെള്ളവും കാപ്പിയോ എന്താണ്ടൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. കിട്ടിയ ഭാഗ്യം. പക്ഷേ
അടിപൊളി. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ നേരെ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കും. എന്നിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.